നമസ്കാരം. ഞാൻ ജോസഫ് ഡിക്കോത്ത. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എൻ്റെ ആദ്യ ഒരു വിദേശ യാത്രയാണ്. അതും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇന്നും വളരെ പാഷനോടെ വളരെ താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്ന എൻ്റെ വിനോദത്തിൻ്റെ ആ ഒരു മേഖലയിലാണ് ഞാൻ ആദ്യ വിദേശയാത്ര നടത്താൻ കാരണമായത്. അപ്പോൾ ആ വിദേശയാത്ര എങ്ങനെ എൻ്റെ ആദ്യ വിദേശയാത്ര സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് ചിലപ്പോൾ ഒരു ഈ രസകരമായി തോന്നും എന്നുള്ള വിശ്വാസമാണ് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ എൻ്റെ ഈ മലയാള പാഠത്തിൽ ഒരു അധ്യായം ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് ശേഖരണം എന്ന ഒരു അധ്യായം ഉണ്ടായിരുന്നു. ആ സ്റ്റാമ്പ് ശേഖരണം എന്ന അധ്യായത്തിൽ ആവേശം കൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ 6Bയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്റ്റാമ്പ് ശേഖരണം തുടങ്ങിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ, ജോൺസൺ, ഫ്രെഡി, ജോബി, വിപിൻ, അനീഷ്, മാനുവൽ എന്നിവർ ഒരുമിച്ചായിരുന്നു ഈ സ്റ്റാമ്പ് ശേഖരണം ആദ്യമായി തുടങ്ങിയത്. അങ്ങനെ ഇത് കാലക്രമേണ ഈ സ്റ്റാമ്പ് ശേഖരണം എന്നുള്ള ഈ രാജകീയമായ ഈ ഹോബി ഇപ്പോഴും അതേപോലെ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ എന്നെ ഇങ്ങനെ പിന്തുടരുന്നു. ഞാൻ വളരെ പാഷനോടെയാണ്, വളരെ താല്പര്യത്തോടെയാണ് അത് കളക്ട് ചെയ്ത് പോന്നിരുന്നത്. അങ്ങനെ ഞാൻ ഇന്ത്യയിലുടനീളം, പിന്നീട് ഇന്ത്യയിൽ ഉടനീളം എക്സിബിഷനിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് എല്ലാം ഇരിക്കുമ്പോഴും എനിക്ക് വിദേശത്ത് ഇത്തരത്തിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ എന്ന് കഴിയും എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഈ സാമ്പത്തികം ഒരു പ്രശ്നമായതുകൊണ്ട് അതൊരു ആഗ്രഹമായിട്ട് തന്നെ അങ്ങനെ ഈ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ പറവൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പി കെ മണിയും കൂടി, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങൾ ചായ കുടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഈ എറണാകുളം ഈ ബ്രോഡ്വേയിലെ ഈ ഭാരത് കേഫ് ഉണ്ട്. അത് ശരിക്കും ആ ഹോട്ടലിനെ പറയുന്നത് ഇപ്പം അങ്ങനെയാണെങ്കിലും മുൻപത് ഈ ലൂയിസ് ഹാളായിരുന്നു. ഈ ലൂയിസ് ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂയിസ് ആയിരുന്നു ഏറ്റവും വലിയ സ്റ്റാമ്പ് കളക്ടർ. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിക്കും സ്ഥിരമായിട്ട്. ചിലപ്പോൾ അതിന് തൊട്ട് പുറകിലുള്ള ഒരു കടയുണ്ട്, അവിടെ ഇരുന്ന് ചായ കുടിക്കും. ഒരു ദിവസം ഞങ്ങൾ ഈ ഭാരത് കേഫിൻ്റെ തൊട്ട് പുറകിലുള്ള കടയിൽ നിന്ന് ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുകയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ഈ മണിയും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഈ കോതമംഗലത്തുള്ള ഞങ്ങളുടെ ഈ ക്ലബിലെ ഒരു അംഗം കൂടിയായ ശ്രീ ജോളിച്ചേട്ടൻ അതുവഴി കടന്നു വന്നത്. ഞാനപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ കൈവയ്ക്കൊരു സൊലാനൊക്കെ അടിക്കുന്ന പോലെ ഞാൻ ജോളിച്ചേട്ടാന്ന് വിളിച്ച് ഞങ്ങൾ ജോളിച്ചേട്ടൻ വന്നു. എന്തായി ജോസഫ്, ഞാൻ രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോൾ ഞാനും മണിയും കൂടെയുള്ള കൂട്ടം അവർക്കറിയാം. ഞാനും മണിയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ജോളിച്ചേട്ടനോട്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ പെട്ടെന്ന്, അപ്പോൾ എനിക്കറിയാമായിരുന്നു അടുത്ത മാസം ഹോങ്കോങ്ങിലൊരു എക്സിബിഷൻ ഉണ്ടെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ പോണതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞ് ജോളിച്ചേട്ടാ, ഞാൻ ഇങ്ങനെ അടുത്ത മാസം ഹോങ്കോങ്ങിലൊരു എക്സിബിഷൻ ഉണ്ട്, ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മണിയായിട്ട് ഇങ്ങനെ നോക്കി ജോളിച്ചേട്ടൻ. അപ്പോൾ മണി പറഞ്ഞു യെസ് ജോസഫ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ജോളിച്ചേട്ടൻ, ജോസഫ് താൻ പോകണ്ട. ജോളിച്ചേട്ടൻ ഭയങ്കര ആശ്ചര്യത്തോടെ ചോദിച്ച് ഞങ്ങൾ ആന്ന് പറഞ്ഞ്, ഞങ്ങൾ വെറുതെ ഈ ട്രിപ്പ് ഇങ്ങനെ നടക്കുമെന്ന് പോലും അറിയാൻ പാടില്ല, ഞങ്ങൾ ആന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെച്ച് ഞങ്ങൾ ചായ കുടിച്ച് ഈ ജോളിച്ചേട്ടനും ഒരു ചായ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞ്. അന്ന് രാത്രി ഒരു 9 മണിയായപ്പോൾ ശ്രീ ജോളിച്ചേട്ടൻ്റെ ഒരു കോള് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ജോളിച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. ജോളിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ക്ലബിലെ ഒരു അംഗമാണ്. കൂടാതെ അദ്ദേഹം അന്ന് മുത്തൂറ്റ് കോളേജിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് ശ്രീ നാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് കോലഞ്ചേരിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. വളരെ പോസിറ്റീവാണ് പുള്ളിയുടെ എല്ലാ ചിന്താഗതി. അങ്ങനെ അന്ന് ഈ രാത്രി ജോളിച്ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് എടോ താൻ പറഞ്ഞാൽ ശരിയാണല്ലോ, ഹോങ്കോങ്ങിൽ എക്സിബിഷൻ ഉണ്ട്, എടോ ഞാനും മുന്നോട്ട് വന്നു പറഞ്ഞു കൂടെ. ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വെറുതെ ഇങ്ങനെ പറഞ്ഞല്ലോ, വെറുതെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജോളിച്ചേട്ടൻ എടുത്താൽ ഒരു പണി കൊടുത്തു, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒന്നും എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോളിച്ചേട്ടൻ ഞാൻ ഇട്ടുതരാം, ഇച്ചിരി തിരക്കിലാണ് എന്ന് പറഞ്ഞു.
കാരണം തിരക്കില്ലാന്ന് പറഞ്ഞത് അത് ഒരു സത്യം തന്നെയാണ്. കാരണം എൻ്റെ സഹോദരിയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അന്ന്. അപ്പോൾ ജോളി ചേട്ടൻ എന്നെ എല്ലാ ദിവസവും വിളിക്കും. ഒരു 3-4 ദിവസം വിളിച്ചിട്ടും എനിക്ക് ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇട്ട് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. എനിക്ക് ഈ സർജറി ഉണ്ട് നമ്മളെ ഈ സഹോദരിയുടെ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ വന്നത്. അപ്പോൾ ജോളി ചേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒന്നും ഇതാ, ഇവിടെ താൻ വെറുതെ പറഞ്ഞത് തനിക്ക് പാസ്പോർട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു നിമിഷത്തിൽ ഞാൻ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി ഈ വാട്സപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് PDF ആയിട്ടൊരു ഫയൽ തന്നെ ടിക്കറ്റ് ജോളി ചേട്ടൻ ഒരു ടിക്കറ്റ് എടുത്തേക്കൻ ഹോങ്കോങ്ങിനായിട്ട് എയർ ഏഷ്യയുടെ. ഞാനാകെ സ്തംഭിച്ചു പോയി പെട്ടെന്ന്. 24,500 ആ തുക എനിക്കിന്നും മറക്കാൻ പറ്റില്ല. ഈ സംഭവം 2018 നടക്കണം. അപ്പോൾ ഞാനത് ആകെ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു ജോളി ചേട്ടാ, അപ്പോൾ പെട്ടെന്ന് കാരണം എൻ്റെ സഹോദരിയുടെ ഓപ്പറേഷൻ ഒരു സർജറി ഇന്ന് ഈ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനാകെ പണത്തിനും ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോളി ചേട്ടാ എനിക്ക് ഒരാഴ്ച സാവകാശം വേണം, കാശ് അതൊന്നും കുഴപ്പമില്ലല്ലോ, താൻ കാശൊക്കെ താൻ പിന്നത്തെ കാര്യം, നമുക്ക് പോകാമല്ലോ, താൻ അവിടെ ഇരി, ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞു കാശൊക്കെ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഈ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ പറയാമല്ലോ ഇച്ചിരി വീട്ടിൽ അമ്മയുടെ സഹോദരിയുടെയൊക്കെ ഓരോ വളയൊക്കെ മേടിച്ച് പണയം വെച്ച് 24,500 രൂപ തുകയൊക്കെ കണ്ടെത്തിയിട്ട് ഞാൻ ഈ ജോളിച്ചേട്ടനെ വിളിച്ച്, ജോളിച്ചേട്ടാ കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോളിച്ചേട്ടൻ്റെ ബാങ്കിലിട്ട് തന്നെ, അല്ലെങ്കിൽ ഞാനിലേക്ക് അവിടെ കൊണ്ടുവന്ന് തന്നെ. അവിടെ ഒന്നും വേണ്ടോ താൻ, ജോളിച്ചേട്ടൻ പറഞ്ഞോ അങ്ങനെയൊന്നും വേണ്ട, താൻ നേരെ ഞാൻ ആ ട്രാവൽസിൽ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ ഈ ട്രാവൽസിൽ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ട്രാവൽസിൽ പോയിട്ട് ഈ ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ ക്യാൻസലേഷൻ തുകയും കഴിഞ്ഞ് ബാക്കി തുക എനിക്ക് കിട്ടുമല്ലോ. അപ്പം ഞാൻ പോകാൻ തീരുമാനിച്ചില്ല. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. എന്തോ ഭയങ്കര ഒരു നിമിത്തം പോലെയാണ് പിന്നെ എല്ലാം തോന്നുന്നത്. കാരണം ജോളിച്ചേട്ടൻ കോതമംഗലത്തുള്ള ജോളിച്ചേട്ടൻ ടിക്കറ്റ് എടുത്ത ട്രാവൽസ് എന്നോട് പറയുമ്പോൾ ആ ട്രാവൽസിൽ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആ ട്രാവൽസ് എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രമുള്ള അവരുടെ വീടാണെങ്കിൽ അവരുടെ വീട് എൻ്റെ വീടിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് അവരുടെ വീടും. ജിയോ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ട്രാവൽസാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. ഞാൻ നേരെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ജിയോ ട്രാവൽസിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് എടുത്തതാണ്, ഇതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി തുക ഞാൻ തരാം എത്ര പോയാലും. അപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫ് പറഞ്ഞ് അയ്യോ സാറേ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇത് നോൺ റീഫണ്ടബിൾ ടിക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും ഇനി പോയേ പറ്റുള്ളൂ, വിദേശയാത്ര നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ എല്ലാവരും നിമിത്തം വേണ്ട, ഞാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷേ അത് നോൺ റീഫണ്ടബിൾ ടിക്കറ്റാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ അവിടെ കാശ് കൊടുത്ത്, അപ്പോൾ അവിടെ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ 2018 ജൂൺ 29, 30, ജൂലൈ 1 അങ്ങനെയാണ് എക്സിബിഷൻ. ഞങ്ങളിവിടുന്ന് ജൂലൈ 27 പോണത്. ഏതായാലും ജൂലൈ 27 വന്ന് വീണ്ടും സഹോദരിയുടെ വള, അതാണല്ലോ നമ്മുടെ ആശ്രയം, അതൊക്കെ വെച്ച് പണയമൊക്കെ വെച്ച് വീണ്ടും ഞാൻ ഒരു $300 ഇവിടുന്ന് കൊണ്ടുപോകും. അത് നമ്മുടെ തോമസ് കുക്കിൽ പോയിട്ടാണ് ഈ മാറണം. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ കാശൊക്കെ എപ്പോഴും അംഗീകൃതമായിട്ടുള്ള സ്ഥലത്തു നിന്ന് തന്നെ മാറിയെടുക്കണം. ഞാനങ്ങനെ അവിടെ നിന്ന് ആ തുകയൊക്കെ മേടിച്ച് ഒരു ശരാശരി ഇന്ത്യക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു മലയാളിനെ പോലെ ഞാൻ ചിന്തിച്ച് $300 തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ ഞാൻ ആലോചിച്ച് ഈ $300 അറിയാൻ പാടില്ലല്ലോ, പുറത്ത് ആദ്യമായിട്ട് പോകണേയുള്ള. ഞാനങ്ങനെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അപ്പോൾ എൻ്റെ സുഹൃത്ത് PK മണി ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം മണിയാണ് എന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കണം. അവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ഇതൊക്കെ തന്നെ ഈ മണിയാണ്. അങ്ങനെ ഈ മണി ഉണ്ടായിരുന്നു. മണി ജോസഫ് പോയിട്ടൊക്കെ വന്നു പറഞ്ഞ് മണി ഞങ്ങൾ ഈ യാത്രയൊക്കെ അയച്ച് ഞാൻ എൻ്റെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ജോളിച്ചേട്ടൻ്റെ നിന്ന് കുറേ വിലപ്പെട്ട ഉപദേശങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ജോളിച്ചേട്ടൻ പറഞ്ഞു ജോസഫേ, അപ്പോൾ ഞാനിങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ബാഗ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ ജോളിച്ചേട്ടൻ പറഞ്ഞു ജോസഫേ, ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ ബാഗ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റരുത്, അതൊക്കെ വെക്കണം. അതൊക്കെ നമ്മൾ വിദേശയാത്രയിൽ പെട്ടെന്ന് നമ്മൾ പാലിക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ആ ഉപദേശങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതായി കണ്ട് ഞാൻ ഇന്നും അത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറി, മറ്റേ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റായിരുന്നു ഇതന്നെ എയർ ഏഷ്യ. ഞാൻ ആ ബനിയൻ ഇത് അപ്പോഴത്തെ ബനിയനല്ല കേട്ടോ, ഇതെൻ്റെ ഒരു ഓർമ്മയ്ക്കാണ്. ഞാൻ പിന്നെ എയർ ഏഷ്യയുടെ ഒരു ബനിയൻ, പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് പിന്നൊരു ഈ യാത്രയിൽ ഞാനിത് മേടിച്ചതാണ്. അങ്ങനെ ഞാൻ ആദ്യം ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ജോളിച്ചേട്ടൻ ചോദിച്ച് ജോസഫ് തനിക്കെന്തുള്ള ഒരു ആനന്ദമില്ലാത്ത ഒരു ആവേശമൊന്നുമില്ലല്ലോ ആദ്യം ഫ്ലൈറ്റിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ശരിയായിരുന്നു, കടം മേടിച്ചാണല്ലോ പോകണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ കോലാലംപൂരിൽ നിന്ന് മറ്റേ ഹോങ്കോങ്, അങ്ങനെയാണ് ഞങ്ങളെ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഞങ്ങൾ ഹോങ്കോങ്ങിലെത്തി.
ഹോങ്കോങ്ങിലെത്തി ഒക്കെ പിന്നെ നമ്മൾ കാണുന്ന പുതിയൊരു ലോകം കാണുകയാണ്. കാരണം ഒന്നിനും ഒരു പരിധിയില്ല. എന്നാൽ ഒരാളെയും ഈ ശ്രദ്ധിക്കാനില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, മറ്റവൻ എന്ത് ചെയ്യണമെന്ന് ഇവനിങ്ങനെ നോയിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ അങ്ങനെയൊന്നുമില്ല, ഒരാൾ ശ്രദ്ധിക്കാനില്ല, ആർക്കും പോകാം. എന്നാൽ വലിയ കുഴപ്പങ്ങളില്ല. ഞാൻ കണ്ട ഹോങ്കോങ് വലിയ കുഴപ്പങ്ങളില്ല, വളരെ സമാധാന അന്തരീക്ഷം. അപ്പോൾ എന്നെ ആകർഷിച്ചത് അതൊന്നുമില്ല കേട്ടോ, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്നെ ആകർഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാം. അപ്പോൾ ഞങ്ങളൊരു ടിംഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഈ താമസിക്കാനുള്ള മുറിയെടുത്തത്. അപ്പോൾ ഈ മുറിയുടെ വാടകയൊക്കെ ജോളിച്ചേട്ടനായിട്ട് കൊടുത്തത്. എന്നോടൊന്നും മേടിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല, എല്ലാം പുള്ളിയാണ് നോക്കുന്നത്. അങ്ങനെ അതൊരു ഞങ്ങൾ 16-ാം നിലയിലായിരുന്നു ഞങ്ങളുടെ ഈ റൂം. ഞാനപ്പോൾ ഇടയ്ക്ക് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതിനൊക്കെ ഈ ലിഫ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു 8 ലിഫ്റ്റ് ഉണ്ട് പല ഭാഗത്തായിട്ട്. ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ച നമ്മളെപ്പോലത്തെ മലയാളികൾ അല്ലേ, ഒരു അത്യാവശ്യം ഇങ്ങനെ ഒരു ബിയറൊക്കെ കഴിക്കണവരും അല്ലെങ്കിൽ ഈ പുകവലിക്കുന്നവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷ, വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത. ഞാൻ ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കണമല്ല കേട്ടോ, ഒരിക്കലും വീഡിയോ കൊണ്ട് അങ്ങനെ വിചാരിക്കില്ല. പക്ഷേ ഞാനത് പറയുന്നത് അതാണ്. കാരണം അവിടെ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ കുടിക്കണവർക്ക് കുടിക്കാം. നമ്മളാ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഈ റോഡ് സൈഡിൽ ഇരുന്ന് കുടിക്കാം. അവിടെ നിന്ന് കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. കാരണം ഓരോ 10 മീറ്ററോ 15 മീറ്ററോ ഇടവിട്ട് ഒരേ ബിൻ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഒഴിഞ്ഞ ഈ ബോട്ടിലുകളിടാം, അല്ലെങ്കിൽ ഇപ്പോൾ പുകവലിക്കുന്നവരാണെങ്കിൽ അവരുടെ ആശ്രയം ഇടാം. അതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് എവിടെ നിന്നും വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ആൾക്കാർ ഭയങ്കര ഫ്രീഡമാണ് എന്നും പറഞ്ഞ് എല്ലാവരും ഇത് ചെയ്യണില്ല. അവിടെ ഇത്തരം സൗകര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട എല്ലാവരും പോയി കുടിക്കണേല, എല്ലാവരും പോയി വലിക്കണേല. പക്ഷേ ഇത് രണ്ടും ചെയ്യണവർക്ക് അവിടെ ഇതേപോലെ ചെയ്യാം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയുള്ളതല്ല. പക്ഷേ ആൾക്കാരെല്ലാവരും അങ്ങനെയല്ല, വിരലിലെണ്ണാവുന്നവരെ ഇത്തരം കുടിക്കാനും ഇങ്ങനെ ബിയർ കുടിക്കാനും അല്ലെങ്കിൽ പുകവലിക്കാനും ഉള്ളു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഭയങ്കര ഒരു അത്ഭുതകര കാഴ്ചയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. പിന്നെയാണ് എൻ്റെ ഈ അനുഭവം ഒന്ന് നിങ്ങളോട് പറയണമെന്നുള്ളത് ഒരു തോന്നലുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ യാത്ര എങ്ങനെ സംഭവിച്ചെന്നുള്ളത് പറയാൻ വേണ്ടി, അതാണ് ഞാൻ ഇതിന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ എക്സിബിഷൻ നടക്കുന്ന ഈ ഹോട്ടൽ കണ്ട്, അതിനെ മീര ഹോട്ടൽ എന്നാണ് പറയണത്. ഞങ്ങളവിടെ ചെന്ന് കണ്ട്, ഞങ്ങൾ തലേദിവസം പോയി ആകെ കണ്ട്, പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ 29-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച ഞങ്ങളവിടെ എത്തി, ഹോട്ടലിലെത്തി. അവിടെ 13-ാം നിലയിലാണ് എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ എനിക്കൊരു ഇത്തരം ശേഖരണക്കാർക്ക് ഉള്ള പോലത്തെ ചില വീക്ക്നെസ്സുകളൊക്കെ എനിക്കുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ചെന്നിട്ട് ഈ എയർലി ബാഡ് എന്ന് പറയും, എയർലി ബാഡ് ഒരു ബാഡ്ജാണ്. അത് നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് തരും. അപ്പോൾ ഈ ബാഡ്ജൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അവിടെ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാവും, ജോസഫ് ഡിക്കോത്ത, നമ്മുടെ ഫോട്ടോയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളവർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ എക്സിബിഷനിലൊക്കെ പങ്കെടുത്ത് വളരെ നല്ലൊരു എക്സിബിഷനായിരുന്നു എന്നെ സംബന്ധിച്ചത്. എനിക്കൊരുപാട് വിദേശ സുഹൃത്തുക്കളെ കിട്ടിയ എക്സിബിഷനാണ് അത്. അവരിൽ പലരും ഇന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് എന്നുള്ളതാണ് ആ എക്സിബിഷൻ്റെ ഏറ്റവും വലിയ ഗുണം. വളരെ നല്ലതാണ്. കാരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പണം വളരെ ചുരുങ്ങിയതാണ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു പർച്ചേസൊന്നും അവിടെ നടത്താൻ പറ്റിയില്ല. എന്നിരുന്നാലും എൻ്റെ കളക്ഷനിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നല്ല വിലമതിക്കുന്ന ഒരു കറൻസി എനിക്ക് അവിടെ നിന്ന് മേടിക്കാൻ സാധിച്ചു. അത് ബ്രിട്ടീഷ് കാനഡയുടെ ബ്രിട്ടീഷുകാർ കാനഡ ഭരിക്കുമ്പോഴുള്ള ഈ കിങ് എഡ്വേർഡിൻ്റെ $2 1923 ഇറങ്ങിയ ഈ കിങ് എഡ്വേർഡിൻ്റെ $2 കറൻസി ഞാൻ ഹോങ്കോങ്ങിൽ നിന്നാണ് ഞാൻ ആദ്യമായി മേടിക്കുന്നത്. അത് ഇന്നും എൻ്റെ ശേഖരണത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ 2 ഡിനോമിനേഷൻ കളക്ഷനിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറൻസി ആയിട്ട് അത് ഇരിക്കണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാമല്ലോ, അവിടെ ഞങ്ങൾക്ക് ഈ കട്ടൻ ചായ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെ ഉണ്ടാക്കുക. ഇത് കട്ടൻ ചായയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് കട്ടൻ ചായയാണ്. അവിടുത്തെ ഹോട്ടലിലൊക്കെ ഒരു ചായക്കെറ്റിലുണ്ടാവും. അങ്ങനെ അവിടെ ഞങ്ങൾ ചായകളൊക്കെ ഇങ്ങനെ കുടിക്കും. മിക്കപ്പോഴും ഈ ഭക്ഷണം കഴിക്കണതിൻ്റെയൊക്കെ ബില്ല് കൊടുക്കുന്നത് നമ്മളെ ജോളിച്ചേട്ടനാണ് എൻ്റെ. അപ്പം നമ്മൾ ഈ കൊച്ചിക്കാർക്കൊരു പ്രശ്നമുണ്ടല്ലോ, എപ്പോഴും നമുക്ക് ഭക്ഷണം മേടിച്ചിട്ടുമ്പോൾ നമ്മൾ ഒരു നേരവും കൂടെ അയാൾക്ക് മേടിച്ച് കൊടുക്കണമല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശൊക്കെ ഏകദേശമൊക്കെ തീർന്നു. ഈ നോട്ട് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള കാശിൻ്റെ ഒരു 80% തീർന്നു. ഞാനങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള വിചാരിച്ചിരിക്കുമ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു, ജോളിച്ചേട്ടാ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ ശനിയാഴ്ച ആയിരിക്കും തന്നെ, വെള്ളിയാഴ്ച തന്നെ കാശ് തീർന്നു. അപ്പോൾ ശനിയാഴ്ച ഇനി കൂടുതൽ കാശ് തീർന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ശനിയാഴ്ചത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ മേടിക്കാം. ഞാൻ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹോട്ടലൊന്നും കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ എന്താ അങ്ങനെ പറയാൻ കാര്യം, ഒരു നേരത്തെ ഭക്ഷണം മേടിക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ $200. ഈ $200 എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് ഡോളറാണ് കേട്ടോ.
അന്നൊരു ഹോങ്കോങ് ഡോളറിന് 8 രൂപയാണ്. അപ്പോൾ $200 എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി, 1500 2000 രൂപ പറ്റേ എൻ്റെ കയ്യിലുള്ളൂ. ഞാനിങ്ങനെ അവിടുത്തെ മറ്റു ഹോട്ടലുകളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഹോട്ടലുകളുടെയൊക്കെ മുൻവശത്ത് അവർ വില പട്ടിക വെക്കും. അതുകൊണ്ട് നമുക്കറിയാം എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ നടക്കണം. ഞാനിങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോൾ $200 $300 ഭക്ഷണത്തിന് എഴുതിയേക്കണം. ഒരു വഴി കൂടി ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ എഴുതിയേക്കുന്നത് അതിൻ്റെ മുമ്പിൽ പിസ്സ $20. ഓ, സമാധാനമായി. $20 എന്ന് പറയുമ്പോൾ $1 8 രൂപ വെച്ചാക്കുമ്പോൾ ഒരു 160 രൂപ വരുള്ളൂ $20 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു, ജോളി ചേട്ടാ നമുക്ക് ആ ഹോട്ടലിൽ കയറാം, അത് നല്ല ഹോട്ടലാണ്, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ആ ഹോട്ടലിലോട്ട് കയറി. അപ്പോൾ ഈ പിസ്സയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഈ പിസ്സ എന്ന് പറഞ്ഞ സാധനം അവിടെ കയറുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആകെ കണ്ടത് നമ്മുടെ എറണാകുളം KPCC ജംഗ്ഷനിൽ തൊട്ടടുത്ത് ഈ സിഗ്നൽ അങ്ങോട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഒരു പിസ്സയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ, ആ ഷോപ്പിൻ്റെ കളർ, അതിൻ്റെ ബോർഡ് ഒരു നീലയും വെള്ളയേറ്റേൻ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പിസ്സ അത് വേറെ. അത് ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോൾ ചിരിക്കാൻ പറ്റുമെന്ന് തോന്നണം എൻ്റെ ഇത് കേട്ടിട്ട്. ഞാനങ്ങനെ പിസ്സ ഓർഡർ ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, $20 ആയതുകൊണ്ടാണ്. അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ അയാൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചപ്പാത്തിയുമല്ല എന്നാൽ ബണ്ണും അല്ലാത്തൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ മേശപ്പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ആ വെയിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതല്ല, ഞാൻ പിസ്സയാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെയിറ്റർ പറഞ്ഞു, സാർ ദിസ് ഈസ് പിസ്സ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ജോളിച്ചേട്ടൻ അവിടെ നിന്ന് ചിരിക്കണമായിരുന്നു. കാരണം ഞാൻ $20 ആയതുകൊണ്ടാണ് ഈ സാധനം പറഞ്ഞത്. എൻ്റെ മനസ്സിലുള്ള പിസ്സ എന്തോ പാല് പോലെ വന്ന പത പോലെ വന്ന ഒരു ഷെയ്ക്കായിരിക്കുമെന്നാണ്. പിസ്സ എന്ന് പറയുന്നത് ഒരു ഐസ്ക്രീമൊക്കെ പോലെ ഇരിക്കുമെന്നാണ്. ഏതായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് പിസ്സ കഴിച്ച്, അത് വില കുറവായതുകൊണ്ട് പിസ്സ കഴിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കഴിച്ച്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ യാത്രയിൽ പറയാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജോളിച്ചേട്ടന് ഒരുപാട് യാത്രകളൊക്കെ അടുത്തേക്കൊണ്ട് അത്യാവശ്യം ജോളിച്ചേട്ടന് കുറേ എക്സ്പീരിയൻസൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ ഈ എക്സിബിഷനുള്ള ഹോട്ടലിലെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വൈൻ ഫെസ്റ്റിവൽ നടപ്പുണ്ട്. ലോക പ്രശസ്തമായ എല്ലാ വൈൻ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ വൈൻ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ വൈൻ ഫെസ്റ്റിവലിൽ പുറം നാടുകളിലൊക്കെ ഓരോ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകം അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഏത് വൈനാണ് വേണ്ടത് അവർക്ക് അതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ജോളി ചേട്ടൻ പറഞ്ഞു, ജോസഫ് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോസഫും പോയിട്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്തു, ഏതാണെങ്കിലും പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇതൊക്കെ കൊണ്ട് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോളി ചേട്ടൻ അതൊന്നും കുഴപ്പമില്ല, താൻ പോയിട്ട് എടുത്തു. അതാണ് ഏതെങ്കിലും ഒരെണ്ണപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കാൻ പാടുള്ളൂ. കാരണം പൊതുവെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഫ്രീ എന്ന് പറയുമ്പോൾ 3 ആളിനൊക്കെ എടുക്കും. അപ്പം നമ്മളവർ ഒരു തെറ്റായിട്ട് ചിത്രീകരിക്കും. നമ്മൾ ഒരെണ്ണം ഏതാണെന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ചെന്ന് വളരെ പരിഭ്രമത്തോടെയൊക്കെ, പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച വൈൻ കുപ്പിയുടെ വില, ആ വൈൻ്റെ വില ഒരു ബോട്ടിലിന് ഇന്ത്യൻ മണി 40,000 രൂപ. പക്ഷേ അവരത് ഒന്നും നോക്കിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളിങ് കൊണ്ടുവന്നു തന്നു. അത് ഞാൻ കഴിച്ച്. ഏതായാലും എനിക്കത് കുടിക്കാൻ പറ്റി. അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ പറയണേ, അതാണ് വിദേശത്തൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് അവർ. അങ്ങനെ അതൊക്കെ കണ്ട് അതെല്ലാം കൂടി ഞങ്ങൾ ഈ എക്സിബിഷൻ 1-ാം തീയതി കഴിഞ്ഞ് ഞങ്ങൾ 2-ാം തീയതി രാവിലെ തന്നെ അവിടെ നിന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ഇന്ത്യയിലായിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യാത്ര പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു വിദേശയാത്ര നടത്തുമ്പോൾ നമ്മളുടെയൊക്കെ ആദ്യം നമ്മൾ വളരെ തെറ്റിയിരിക്കും, നമുക്ക് ഒരുപാട് പണം വേണമെന്ന്. അപ്പോൾ എന്നെ ജോളിച്ചേട്ടനെ സഹായിക്കാനുള്ളതുകൊണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾ നടന്നുപോയി. എന്നിരുന്നാലും ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, വളരെ തുച്ഛമായ ചിലവിലും നമുക്ക് വിദേശയാത്രകൾ നടത്താൻ പറ്റും എന്നുള്ള ഒരു അനുഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നീട് ഞാൻ ഹോങ്കോങ് സന്ദർശിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ ഹോങ്കോങ് സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ അവിടെ കഴിയാൻ പറ്റും. അവിടെ കാരണം നമുക്ക് വളരെ ഇന്ത്യൻ മണി ഒരു 200-250 രൂപക്കുള്ള ഭക്ഷണം വരെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അവിടെ കിട്ടും, ഒരു നേരം കിട്ടും. അത് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി താഴത്തോട്ട് പോയാൽ നമുക്ക് അതിലും താഴെ ഉള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 500 രൂപ കൊണ്ടൊക്കെ ഒരു ദിവസം അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മൾ വലിയ ആർഭാടമായിട്ടൊന്നുമല്ല, ചുരുങ്ങിയ ചിലവിൽ കഴിക്കാൻ പറ്റും. നമുക്ക് അതേപോലെ ചെറിയ അവിടുത്തെ ഈ റൂമൊക്കെ പലപ്പോഴും ചെറിയ റൂമാണ്, കാരണം അവിടുത്തെ വാടക അത്രേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും ഓരോ വിദേശയാത്ര നടത്തണം. ഏതായാലും ജോളിച്ചേട്ടനുള്ള എൻ്റെ ആദ്യ വിദേശയാത്ര, ആ നിമിത്തമായ ആ ജോളിച്ചേട്ടനോട് ഒപ്പോൾ വിദേശയാത്ര. പിന്നീട് എനിക്ക് നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റി. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരേ കാലത്ത് പങ്കുവെക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഒരു വിനോദം, ഞാൻ 6-ാം ക്ലാസ്സിൽ തുടങ്ങിയ സ്റ്റാമ്പ് ശേഖരണം, അത് നാണയത്തിലായിട്ടും കറൻസിയിലായിട്ടൊക്കെ കടന്നുള്ള ആ ഒരു ആ ശേഖരണത്തോടുള്ള എൻ്റെ അമിതമായ ഒരു എന്താണ് ഞാൻ പറഞ്ഞത്, എന്നെ ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ ഇത് അത്ര എനിക്കിഷ്ടമാണ് ഈ ശേഖരണം. ആ വിനോദത്തിൻ്റെ പുറത്താണ്, ആ വിനോദത്തോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറത്താണ് എനിക്ക് ആദ്യ വിദേശയാത്ര നടത്താൻ സാധിച്ചത്. ഒപ്പം തന്നെ ആ വിനോദത്തിൽ കൂടി ലഭിച്ച ഒരു സുഹൃത്തിൻ്റെ പ്രേരണയും, ഒപ്പം എൻ്റെ കൂടെ മറ്റൊരു സുഹൃത്തും എൻ്റെ കൂടെ വന്നതൊക്കെ എൻ്റെ വിദേശയാത്രയ്ക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ ആ ഒരു മീഡിയ എന്നുള്ള നിലയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിക്കണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് കഴിയും. നിങ്ങളെല്ലാവരും മനസ്സ് വെക്കണം. നമ്മൾ രണ്ട് കാര്യം ചെയ്താൽ മതി. നമ്മളെല്ലാം കൃത്യതയോടെയായ രേഖകളുമായിട്ടും എല്ലാം വളരെ സുതാര്യമായിട്ടൊക്കെ സഞ്ചരിക്കാനാണ്. നമുക്ക് ഒരുപാട് വിദേശങ്ങൾ യാത്രകളിലൊക്കെ വളരെ ചിലവ് കുറഞ്ഞ് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഈ രേഖപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ആവർത്തിക്കുന്നതാണ്, ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഒരു യാത്ര നടത്താൻ തോന്നുകയോ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു അനുഭവം ഇതേപോലെ സോഷ്യൽ മീഡിയയോ പറയാൻ ഒരു പ്രേരണയെ നൽകുകയോ ഈ വീഡിയോ ചെയ്താൽ ഞാൻ ചെയ്ത ഈ വീഡിയോയിലൂടെ എനിക്കൊരു സംതൃപ്തി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.